മോണോലിസയെ കണ്ടതാണ്. നിങ്ങൾ ഇതിനിടയിൽ നിന്നും മോണോലിസമാർ ദൈവം കണ്ടെത്തി ഉയർത്തിക്കൊണ്ടുവരാം. ഒരുപക്ഷെ നമ്മൾ കണ്ടത് ആ ഒരു മാല വിൽക്കുന്നതിനിടയിൽ ആ കണ്ണിന്റെ കൗതുകം അല്ലെങ്കിൽ കണ്ണിന്റെ ആ ഒരു ചൈതന്യം കൊണ്ട് മാത്രം അവിടെ നിന്ന് സെലക്ട് ചെയ്യപ്പെടുകയും ഇന്ന് ഇന്ത്യ മുഴുവനും ഒരുപക്ഷെ ലോകം മൊത്തം അറിയപ്പെട്ട. സോ ഇരിക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, ഞാനൊരു മോട്ടിവേഷൻ സ്പീക്കറായിരുന്നു. എപ്പോഴാണ് നിങ്ങളുടെ സമയം വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ആ സമയത്തെ കാത്തുകൊണ്ട് പ്രാർത്ഥനയോടെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ ഉറപ്പായും നിങ്ങളുടേതായ ആ നല്ല സമയം എത്തിച്ചേർന്നിരിക്കും. പക്ഷെ ആ സമയം എത്തിച്ചേരുന്നത് വരെ ക്ഷമയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് വൈകുന്നേരം 4 അടിക്കാം, അല്ലെങ്കിൽ 2 അടിക്കാം, അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കാം എന്ന് പറഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ ആ സമയം എത്തിച്ചേർന്ന് കഴിയുമ്പോൾ നമ്മുടെ ശരീരം ചിലപ്പം ഇതിനൊന്നും വഴങ്ങി എന്ന് വരത്തില്ല. സോ അതുകൊണ്ട് നമ്മുടെ ശരീരത്തെ സ്നേഹിക്കുക. നമ്മുടെ ശരീരത്തിനകത്തിരിക്കുന്ന ആത്മാവ് എന്ന് പറയുന്ന ആ ഒരു പവർ എന്താണെന്ന് തിരിച്ചറിയുക. ആത്മാവിന്റെ ഉടമസ്ഥനെ തിരിച്ചറിയുക. ആത്മാവിന്റെ സഹോദരങ്ങളായിരിക്കുന്ന കൂടെയുള്ള സഹോദരങ്ങളെ തിരിച്ചറിയുക. ഈ സമൂഹത്തിനെ തിരിച്ചറിയുക. ദൈവത്തിൽ ലഹരി വന്നാലും ലഹരി മൂത്താൽ ഭ്രാന്തായി പോകും. കുടുംബത്തിനോട് ലഹരി വന്നാലും അത് മൂത്താൽ സാമൂഹ്യ സേവനം വരത്തില്ല. സോ നമ്മുടെ സമൂഹത്തിനും രാജ്യത്തിനും വേണ്ടി ഏറ്റവും നല്ല വ്യക്തിത്വമായി നിതീഷ് എന്ന ഈ സംവിധായകനും ടീം തൃശൂർ എന്ന് പറയുന്ന ആ യുവതലമുറ അല്ലെങ്കിൽ പുതിയൊരു തലമുറ അല്ലെങ്കിൽ ഒരുപാട് ദീർഘവീക്ഷണമുള്ള ഒരു ടീം, അതുപോലെ തന്നെ ജോൺസൺ ചേട്ടൻ, അതുപോലെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർ, ഒരു പക്ഷേ വരാൻ പോകുന്ന നാളുകളിൽ ഒരു ചേഞ്ച് ആ ഒരു കുടുംബത്തിൽ, ഈ കുട്ടികളിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്ത് മുഴുവൻ, ഞാൻ നേരത്തെ പറഞ്ഞു കള്ളന്മാർ മൊത്തം നിറഞ്ഞിരിക്കുന്നതിന്റെ മധ്യത്തിൽ ഒരു നല്ലവനായി ഇരുന്നാൽ കുഴപ്പമില്ല. കാലം കുറെ കഴിയുമ്പോൾ ഈ കള്ളന്മാർ മുഴുവൻ നശിച്ചു പോകും. സോ നല്ലവനെ സർവേശ്വരൻ പ്രപഞ്ചശക്തി ഉയർത്തിക്കൊണ്ട് തന്നെ വരും. ഈ സിനിമ ഒരുപക്ഷെ നമ്മളുടെ ഇടയിൽ, ലോകത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ മലയാളികളുടെ ഇടയിൽ, കുട്ടികളുടെ ഇടയിൽ ചിന്തിക്കാനും കുടുംബത്തിന്റെ ഇടയിൽ ചിന്തിക്കാനും അവർക്ക് കുറേയേറെ മാറ്റങ്ങൾ വരുത്താനും. ഈ സ്ക്രിപ്റ്റൊന്നും ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ എനിക്ക് നിതീഷിനോട് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അദ്ദേഹത്തിന്റെ മുമ്പിൽ 2 സിനിമയുണ്ട്. സിനിമാ താരങ്ങൾ എന്ന് പറഞ്ഞൊരു വലിയ ഫിലിം അവർ പ്ലാൻ ചെയ്ത് റെഡിയാക്കി പൂജ കഴിഞ്ഞിരിക്കുകയാണ്. അതും ഏത് സമയം വേണമെങ്കിലും നടക്കാം. പക്ഷേ തൃശ്ശൂരുകാരനും അതിനേക്കാൾ ഉപരി നല്ല ആത്മാർത്ഥതയുമുള്ള സിൻസിയർ ആയിട്ടുള്ള ആ ഒരു പയ്യൻ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ചരിത്രം സൃഷ്ടിക്കുന്ന ഒരു ചേഞ്ച്, ഒരു ചലനം നമ്മൾ ഓരോരുത്തരിലും ഉണ്ടാക്കുന്ന ഒരു സിനിമയായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതൊരു ഫാമിലി റിയലിസ്റ്റിക് എന്റർടൈനർ ആയിട്ടുള്ള ഒരു സിനിമയാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.